ശരിക്കും എങ്ങോട്ടാണ് ഷൈൻ ഇറങ്ങിയോടിയത്? എവിടെയാണ് ഇപ്പോൾ നടൻ? ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടായിരുന്നു ഹോട്ടലിലെ പരിശോധന. കഴിഞ്ഞ 5 ദിവസമായി ഡാൻസർ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഷൈൻ എന്നാണ് വിവരം. എസ് ശരണിലേക്ക് നമുക്ക് പോകാം. ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക് എസ് ശരൺ. ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ എവിടെയുണ്ട്? എവിടേക്കാണ് അപ്രത്യക്ഷമായി പോയത്? എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിന് മറുപടിയുണ്ടോ ശരൺ? ഗുഡ് ഈവനിങ് സുജിയ. അതായത് ഒരു 1.5 ഓട്ടമായിരുന്നു ഷൈൻ എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. അത് തന്നെയാണ് പോലീസും പറയുന്നത്. പക്ഷേ അതിനപ്പുറം ഷൈൻ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഡാൻസർ സംഘം ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന സമയത്ത് ഷൈൻ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടിയത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നതാണ്. അപ്പോൾ തന്നെ ഡാൻസർ സംഘം ഒരുപക്ഷെ പരിശോധനകൾ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം നടത്തി മറ്റ് പോലീസിന് സംഘങ്ങൾക്ക് വിവരങ്ങളൊക്കെ കൈമാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോയെ പിടികൂടാൻ കഴിയുമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നിർദ്ദേശമൊന്നും തന്നെ ഡാൻസർ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ പ്രധാനമായും നമ്മൾ ആ സംഘവുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത്തരത്തിൽ ചാടി ഇറങ്ങുമ്പോൾ തന്നെ ആ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് അവർ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഈ ഹോട്ടലിന് പുറത്തേക്ക് ബൈക്കിൽ രക്ഷപ്പെട്ടു എന്നുള്ളത്. എന്തായാലും ബൈക്കിൽ രക്ഷപ്പെടുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് വച്ചുള്ള പരിശോധനകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടപ്പള്ളി ഭാഗത്തേക്കാണ് പോയെന്നടക്കമുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നെ എവിടേക്കാണ് ഷൈൻ പോയെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. എന്തായാലും 2 കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് സംശയമായി ഉയരുന്നത്. ഒന്ന്, ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതായത് ഈ ലഹരി ഉപയോഗിച്ചതാകാം. അങ്ങനെ ലഹരി ഉപയോഗിച്ച അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതാകാം. നമുക്കറിയാം ലഹരി കൈവശം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെ വൈദ്യപരിശോധന നടത്തിയാൽ മാത്രമേ കേസ് എടുക്കാനൊക്കെ കഴിയുകയുള്ളൂ. പോലീസിനെ സംബന്ധിച്ച് നിലവിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഒരുവിധ സാധ്യതയുമില്ല എന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഷൈൻ. എന്നാലും എവിടെ പോയി എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്.